മുൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഇപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ട് കേസുണ്ട്. 3-ാം പ്രതിയാണ്. അദ്ദേഹം വിശദീകരണവുമായി എത്തിയിരിക്കും. അങ്ങനെ വല്ലതും ആണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും സ്പെക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കെതിരായിട്ട് അങ്ങനെ ഞാൻ ഇല്ലാത്തൊരു പൊസിഷൻ എനിക്ക് അസൈൻ ചെയ്ത് എനിക്ക് പേര് പരാതി കൊടുത്തത് എന്തിനാന്ന് എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയില്ല. അവരെ ആരും എനിക്കറിയില്ല. എനിക്കെതിരെ പരാതി കൊടുത്തവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാനങ്ങോട്ട് സ്ഥാപനത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ കോൺഫെഡറേഷൻ്റെ അല്ലെ ഫെഡറേഷൻ്റെ ഭാരവാഹികളുടെ എല്ലാം പേര് വെച്ച കൂടെ എന്നെ ഒരു പേറ്റനായിട്ട് വെച്ചു. പോലീസ് അതനുസരിച്ച് FIR ഇട്ടു. അതാണ് പോലീസ് ഒരു പ്രിലിമിനറി എൻക്വയറി പോലും നടത്താതെ, ഒരു രേഖ പോലും ചോദിക്കാതെ, എൻ്റെ ഒഫീഷ്യൽ സ്ഥാനം പോലും എങ്ങനെയാണെന്ന് എന്ത് ബേസിലാണ് പറഞ്ഞതെന്ന് പോലും ചോദിക്കാതെ FIR ഇട്ടെങ്കിൽ വളരെ ഉത്തരവാദിത്വം ഇല്ലാത്ത പണിയാണത്. അത് ഞാൻ രക്ഷാധികാരിയല്ല, ആയിരുന്നിട്ടില്ല, ഒരിക്കലും ആയിരുന്നിട്ടില്ല. ആരും അത് പറയുകയില്ല. എനിക്ക് അവരെ ആരെ അറിയില്ല. അങ്ങനെയാണോ ഞാൻ രക്ഷാധികാരിയാണോ എന്ന് ചോദിച്ചു. അവർ പോലും വെരിഫൈ ചെയ്തിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ പരാതി പറയും. ഞാൻ ഇപ്പം പരാതി പറയാൻ അന്വേഷണം കഴിഞ്ഞ് ശരിയാക്കിക്കൊള്ളാമെന്ന് പറയും. തീർന്നില്ലേ? അത് FIR ഇട്ടാൽ അന്വേഷണം കഴിഞ്ഞാലേ കേസാവുള്ളൂ. പക്ഷേ ഹലോ, പറഞ്ഞേ. ആരോ കള്ളപ്പ ഞാൻ രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഒരു സംഘടനയെക്കുറിച്ച് തന്നെ എനിക്കറിയില്ല, എൻ്റെ പേര് അതിൽ വച്ചു, പേറ്ററനായിട്ട് വച്ചു, അതോടെ എൻ്റെ പേരിൽ കേസും എടുത്തു. ഇവരെ ആരെയും തന്നെ എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ, എനിക്ക് പരിചയമില്ലാത്ത സംഘടന, അതിൽ എൻ്റെ പേര് വച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ എങ്ങനെയാണ് പ്രതിയാകുന്നത്? എന്തായാലും FIR-ൽ പേര് ഇട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ. പൂർണ്ണമായും നിഷേധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്. അദ്ദേഹം അതിൽ അറിയാതെയാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് മാധ്യമങ്ങളോട്. ആദ്യം തന്നെ ഇത്തരത്തിൽ വിശദീകരണം എത്തിയിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ചാരിറ്റി എന്ന രീതിയിലാണ് വന്നത് എന്നുള്ള കാര്യങ്ങളടക്കം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവരെ ആരെയും തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ്. എന്തായാലും പല ഉന്നതരുടെയും കസേര ഇളകാനുണ്ട്, അതിൽ പെടുന്ന ആളാണോ ജസ്റ്റിസ് എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ജോലിയിൽ ഇരുന്ന സമയത്തും അത് കഴിഞ്ഞും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നതാണ്. പല ഇതുപോലെയുള്ള കെൽസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം തുടരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് പോകാം. അത് അന്ന് സംശയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പണം മേടിക്കുന്നത് ശരിയല്ല, തിരിച്ചു കൊടുപ്പിക്കണം എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. ഇതിപ്പോൾ എന്നെ ചുമ്മാതെ ഈ ഫെഡറേഷൻ്റെ ഒരു ഒഫീഷ്യൽ എന്നുള്ള നിലയിൽ എൻ്റെ പേരെഴുതി ചേർത്തേക്കണം അവർ. അല്ലാണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധവുമില്ല. എനിക്ക് അവരെന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. അത് അവരും പറയണില്ല. ചുമ്മാതെ പേറ്ററിന് എഴുതി കൊടുത്തു പറഞ്ഞിട്ട് പോലീസ് അതനുസരിച്ച് FIR ഇട്ടു. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം, അതിലെനിക്ക് വരുന്ന മാനഹാനിയെക്കുറിച്ച് പോലീസ് ചിന്തിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. അത്ര മോശമാണ് നമ്മുടെ പോലീസിൻ്റെ പെരുമാറ്റം എന്ന് പറയാൻ പോകും. അപ്പോൾ അദ്ദേഹം തനിക്കൊരു പങ്കുമില്ലാത്ത കാര്യം, തനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത, വ്യക്തിപരമായി പരിചയമില്ലാത്ത ചിലർ അതിൽ തൻ്റെ പേര് കൂടി എഴുതി ചേർത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ തട്ടിപ്പിൽ താനും പ്രതിയാകുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? പോലീസ് അത്ര കാര്യക്ഷമതയില്ലാത്തവരാണോ? എനിക്കുണ്ടാകുന്ന മാനഹാനി അതിന് ആര് ഉത്തരം പറയും എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ വിശദീകരണത്തിലൂടെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും അന്വേഷണം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായ വിശദീകരണങ്ങളും അവരുടെ ഭാഗം കൃത്യമായിട്ട് ന്യായീകരിച്ചുമൊക്കെ പുറത്തു വരുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ളൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് താനിതിൽ പങ്കാളിയായത് എന്നുള്ള ചോദ്യങ്ങളും ചോദിക്കുകയാണ്. നിയമവ്യവസ്ഥയൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല.